ഹായ്, നമ്മൾ ഇന്ന് മൊഡ്യൂൾ 6 ആണ് എടുക്കാനായിട്ട് പോകുന്നത്. മൊഡ്യൂൾ 1, 2, 3, 4, 5 നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞതായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂൾ 6 നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് എന്ന് പറയുന്ന ടെൻസാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിച്ചതായിരുന്നു. പക്ഷേ നമ്മൾ പഠിച്ചത് പ്ലൂരലിൽ എങ്ങനെ ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു. അതായത് ഡു യു സ്റ്റഡി, ഡു ദേ കം, ഡു വി വാക്ക് എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഹി, ഷീ, ഇറ്റ്, എവ്രിബഡി പോലെയുള്ള സബ്ജക്റ്റുകൾ വെക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് തന്നെയാണ് പഠിക്കുന്നത്. സിംഗുലർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നത് ഏതാണ്? മുന്നേ പഠിച്ചിരുന്നത് ഏതായിരുന്നു? പ്ലൂറൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഡു ഒക്കെ വെച്ച് വരുന്നത് പ്ലൂറൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സിംഗുലർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ് കേട്ടോ. നീ ടച്ച് ചെയ്യാറുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഡു യു ടച്ച്. അവർ ടച്ച് ചെയ്യാറുണ്ടോ? ഡു ദേ ടച്ച്. ഇനി ഹീ ആണെങ്കിലോ ഡു ഹീ ടച്ച് എന്ന് നമ്മൾ പറയില്ല, മറിച്ച് ഡസ് ഹീ ടച്ച് എന്നാണ് പറയേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഈ പറഞ്ഞ ഒന്ന് ശ്രദ്ധിച്ചേ. എന്തായിരുന്നു? നമുക്ക് പറയാം ഡു യു ഗോ എന്ന് പറയാം. ഡു യു ഗോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. പക്ഷേ നമ്മൾ ഷീ പറയുന്ന സമയത്ത് എന്ത് പറയണം? ഡസ് ഷീ ഗോ എന്ന് വേണം പറയാനായിട്ട്. ഡസ് ഷീ ഗോ? അവൾ പോകാറുണ്ടോ? മനസ്സിലായല്ലോ? അപ്പോൾ ഡസ് ഷീ ടച്ച്, അവൾ ടച്ച് ചെയ്യാറുണ്ടോ? ഡസ് ഷീ ടച്ച്, അവൾ ടച്ച് ചെയ്യാറുണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ, അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. അവൻ സ്മെല്ല് ചെയ്യാറുണ്ടോ? അവൻ സ്മെല്ല് ചെയ്യാറുണ്ടോ? നിങ്ങൾ സ്മെല്ല് ചെയ്യാറുണ്ടോ എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഡു യു സ്മെൽ. ഇവിടെ പറയുന്നത് നിങ്ങളല്ല, മറിച്ച് എന്താണ്? അവനാണ്. അവനാണെന്ന് പറയുമ്പോൾ ഡസ് ഹീ സ്മെൽ. അവൻ സ്മെൽ ചെയ്യാറുണ്ടോ? യെസ്. അടുത്ത് നോക്കിയാൽ അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. നീ ഉറങ്ങാറുണ്ടോ? ഡു യു സ്ലീപ്പ്. ഓക്കെ, അവൻ ഉറങ്ങാറുണ്ടോ എന്നാണെങ്കിൽ എന്താ പറയുക? ഡസ് ഹീ സ്ലീപ്പ്. ഓക്കെ അല്ലേ? ഡു യു സ്ലീപ്പ്, നീ ഉറങ്ങാറുണ്ടോ. ഡസ് ഹീ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങാറുണ്ടോ. അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. അവൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഡസ് ഹീ സ്റ്റെയർ, അവൻ കണ്ണുരുട്ടി നോക്കാറുണ്ടോ. ഡസ് ഹീ സ്റ്റെയർ. നീ കണ്ണുരുട്ടി നോക്കാറുണ്ടോ എന്നാണെങ്കിൽ ഡു യു സ്റ്റെയർ. അവൻ കണ്ണുരുട്ടി നോക്കാറുണ്ടോ, അല്ലെങ്കിൽ അവൻ തുറപ്പിച്ച് നോക്കാറുണ്ടോ. ഇങ്ങനെ നോക്കില്ല, ഗെയ്സ് ചെയ്യാന്ന് പറയില്ല, ഉറ്റു നോക്കുക, അങ്ങനെ ചെയ്യാറുണ്ടോ. ഡസ് ഹി സ്റ്റെയർ. ഓക്കെ, സ്റ്റെയർ എന്ന് പറഞ്ഞാൽ സ്റ്റെയർ നമ്മൾ പടികളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് കേട്ടോ. വൊക്കാബുലറിയിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡസ് ഹി ത്രറ്റൻ, അവൻ ഭീഷണിപ്പെടുത്താറുണ്ടോ. ഡസ് ഹി ത്രറ്റൻ, അവൻ ഭീഷണിപ്പെടുത്താറുണ്ടോ. നീ ഭീഷണിപ്പെടുത്താറുണ്ടോ എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡു യു ത്രറ്റൻ. അവർ ഭീഷണിപ്പെടുത്താറുണ്ടോ? ഡു ദേ ത്രറ്റൻ. അവൻ ഭീഷണിപ്പെടുത്താറുണ്ടോ? ഡസ് ഹീ ത്രറ്റൻ. അവൾ ഭീഷണിപ്പെടുത്താറുണ്ടോ? ഡസ് ഷീ ത്രറ്റൻ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. അവൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഡസ് ഹീ പ്രാക്ടീസ്. അവരാണെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റുന്നത്? അവർ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ എന്നാണെങ്കിൽ നമുക്ക് ഡു ദേ പ്രാക്ടീസ് എന്ന് ചോദിക്കാം. ഡു ദേ പ്രാക്ടീസ്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? അവൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഡസ് ഹി പ്രാക്ടീസ്. ഇനി അവളാണെങ്കിലും എന്ത് തന്നെ പറയുന്നത്? ഡസ് ഷീ പ്രാക്ടീസ്. ഡസ് ഷീ പ്രാക്ടീസ്. ഓക്കെ, നീ ആശ്വസിപ്പിക്കാറുണ്ടോ? ഡു യു കൺസോൾ. ഡു യു കൺസോൾ. ഇനി അവൾ ആശ്വസിപ്പിക്കാറുണ്ടോ എന്നാണെങ്കിൽ ഡസ് ഷീ കൺസോൾ. ഡസ് ഷീ കൺസോൾ. അവൾ ആശ്വസിപ്പിക്കാറുണ്ടോ? ഡസ് ഷീ കൺസോൾ. നീ മറക്കാറുണ്ടോ? ഡു യു ഫോർഗെറ്റ്. അവൻ മറക്കാറുണ്ടോ എന്നാണെങ്കിൽ ഡസ് ഹി ഫോർഗെറ്റ്. ഇനി അവൾ മറക്കാറുണ്ടോ എന്നാണെങ്കിൽ ഡസ് ഷീ ഫോർഗെറ്റ്. അവൾ മറക്കാറുണ്ടോ? ഡസ് ഷീ ഫോർഗെറ്റ്. നീ ഓർക്കാറുണ്ടോ? ഡു യു റിമെമ്പർ. അവർ ഓർക്കാറുണ്ടോ? ഡു ദേ റിമെമ്പർ. നമ്മൾ ഓർക്കാറുണ്ടോ? ഡു വി റിമെമ്പർ. ഓക്കെ, പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? അവൻ ഓർക്കാറുണ്ടോ, അവൾ ഓർക്കാറുണ്ടോ, അത് ഓർക്കാറുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഡസ് ഹി റിമെമ്പർ, ഡസ് ഷീ റിമെമ്പർ, ഡസ് ഇറ്റ് റിമെമ്പർ എന്നാണ് പറയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു ഫാൻ വർക്ക് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക? ഡസ് ദിസ് ഫാൻ വർക്ക്, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യാറുണ്ടോ? ഡസ് ഇറ്റ് വർക്ക് എന്നാണ് പറയുക. ഓക്കെ, അടുത്ത എക്സാമ്പിൾ. അവൾ ക്ലോസ് ചെയ്യാറുണ്ടോ, അവൾ അടയ്ക്കാറുണ്ടോ. ഡസ് ഷീ ക്ലോസ്. അപ്പോൾ നീയാണെങ്കിൽ എങ്ങനെ പറയും? ഡു യു ക്ലോസ്. ഡു യു ക്ലോസ്. നീ ക്ലോസ് ചെയ്യാറുണ്ടോ. അവൾ ക്ലോസ് ചെയ്യാറുണ്ടോ എന്നാണെങ്കിൽ ഡസ് ഷീ ക്ലോസ്. അടുത്തത്, അവൾ അടിക്കാറുണ്ടോ. ഡസ് ഷീ സ്ലാപ്പ്. നീ അടിക്കാറുണ്ടോ എന്നാണെങ്കിൽ ഡു യു സ്ലാപ്പ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞിരുന്ന എക്സാമ്പിൾ. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ആലോചിക്കുക. ഡു വെച്ച് പറയുമ്പോൾ നമുക്ക് പ്ലൂറലാണ് പറയാൻ പറ്റുന്നത്.
ഡസ് വെച്ചിട്ടാണെങ്കിൽ സിംഗുലർ ആണ്. ഒരു എക്സാമ്പിൾ കൂടി നോക്കിക്കേ. ഡസ് ഹി പീപ്പ്, അവൻ എത്തിച്ച് നോക്കാറുണ്ടോ? ഡസ് ഹി പീപ്പ്, അവൻ എത്തിച്ച് നോക്കാറുണ്ടോ? നീ എത്തിച്ച് നോക്കാറുണ്ടോ എന്നാണെങ്കിൽ എന്താ പറയുക? ഡു യു പീപ്പ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയേ. നീ കുക്ക് ചെയ്യാറുണ്ടോ? എന്താ പറയേണ്ടത്? ഡു യു കുക്ക്. അവൾ കുക്ക് ചെയ്യാറുണ്ടോ? ഡസ് ഷീ കുക്ക്. ഡു യു ലിവ് ഇൻ ഇന്ത്യ, നീ ഇന്ത്യയിലാണോ താമസിക്കുന്നത്? ഡസ് ഹി ലിവ് ഇൻ ഇംഗ്ലണ്ട്, അവൻ ഇംഗ്ലണ്ടിലാണോ ജീവിക്കുന്നത്? നീ കളിക്കാറുണ്ടോ എന്ന് പറയാം? ഡു യു പ്ലേ. അവൻ കളിക്കാറുണ്ടോ? ഡസ് ഹി പ്ലേ. അവൾ കളിക്കാറുണ്ടോ? ഡസ് ഷീ പ്ലേ. നീ ഡ്രൈവ് ചെയ്യാറുണ്ടോ? ഡു യു ഡ്രൈവ്. അവർ ഡ്രൈവ് ചെയ്യാറുണ്ടോ? ഡു ദേ ഡ്രൈവ്. അവൻ ഡ്രൈവ് ചെയ്യാറുണ്ടോ? ഡസ് ഹി ഡ്രൈവ്. അവൾ ഡ്രൈവ് ചെയ്യാറുണ്ടോ? ഡസ് ഷീ ഡ്രൈവ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ അല്ലേ? വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്സാമ്പിളുകളാണ് നമ്മൾ പറയുന്നതെല്ലാം തന്നെ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് സമപ്പ് ചെയ്ത് പറയുന്നുണ്ട്. നമ്മളെല്ലാ ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന കാര്യങ്ങളൊന്ന് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. നമുക്ക് അറിയുന്നതാണ്, പക്ഷേ ഞാനൊന്ന് ഫാസ്റ്റായിട്ട് പറയാം. നമ്മൾ ഏറ്റവും ആദ്യം മൊഡ്യൂൾ 1 പഠിച്ചത് എന്തായിരുന്നു? സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. സബ്ജക്റ്റ് മൈറ്റ് ബി എ പേഴ്സൺ ഓർ തിങ് ഹൂ ഡസ് എ വർക്ക്. 2 തരത്തിലുള്ള സബ്ജക്റ്റ് ഉണ്ട് എന്നാണ് നമ്മൾ മൊഡ്യൂൾ 2 പഠിച്ചിരുന്നത്. ഏതൊക്കെയായിരുന്നു? സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. സിംഗുലർസ് ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, എവരിബഡി. എവരിബഡി മാത്രമാണോ? നോ. നോബഡി, സംബഡി, എനിബഡി, അതുപോലെ തന്നെ നോ വൺ, എവരി വൺ, സം വൺ, എനി വൺ, ഇതൊക്കെ വരുന്നത് സിംഗുലറാണ്. പ്ലൂറൽ ഏതൊക്കെയാണ്? ഐ, യു, ദേ, വി. നമ്മൾ പഠിക്കാനായിട്ട് സുരേഷ് ഗോപിനെ സിംഗുലർ പഠിക്കാനായിട്ട് നമ്മൾ എന്താണ് സുരേഷ് ഗോപിനെ ആലോചിച്ചു. ഹി, ഷീറ്റ്, എവരിബഡി. പ്ലൂറൽ പഠിക്കാനായിട്ട് നമ്മൾ മഞ്ജു വാര്യർ, ദേവി, എന്താണ് ഐ, യു, ദേവി, അയ്യോ ദേവി. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞു? ഞാൻ പഠിക്കാറുണ്ട്, ഐ സ്റ്റഡി. ഞാൻ പഠിക്കാറില്ല, ഐ ഡോണ്ട് സ്റ്റഡി. നീ പഠിക്കാറുണ്ടോ? ഡു യു സ്റ്റഡി. അവൻ പഠിക്കാറുണ്ട്, ഹി സ്റ്റഡീസ്. അവൻ പഠിക്കാറുണ്ടോ? ഡസ് ഹി സ്റ്റഡി. അവൻ പഠിക്കാറില്ല, ഹി ഡസൻറ്റ് സ്റ്റഡി. ഞാൻ എഴുതാറുണ്ട്, ഐ റൈറ്റ്. ഞാൻ എഴുതാറില്ല, ഐ ഡോണ്ട് റൈറ്റ്. നീ എഴുതാറുണ്ടോ? ഡു യു റൈറ്റ്. അവൾ എഴുതാറുണ്ട്, ഷീ റൈറ്റ്സ്. അവൾ എഴുതാറില്ല, ഷീ ഡസൻറ്റ് റൈറ്റ്. അവൾ എഴുതാറുണ്ടോ? ചോദ്യമാണ്, ഡസ് ഷീ റൈറ്റ്. അവർ വരാറുണ്ട്, ദേ കം. അവർ വരാറില്ല, ദേ ഡോണ്ട് കം. അവർ വരാറുണ്ടോ? ഡു ദേ കം. അത് വർക്ക് ചെയ്യാറുണ്ട്, ഇറ്റ് വർക്ക്സ്. അത് വർക്ക് ചെയ്യാറില്ല, ഇറ്റ് ഡസൻറ്റ് വർക്ക്. അത് വർക്ക് ചെയ്യാറുണ്ടോ? ഡസ് ഇറ്റ് വർക്ക്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നത് ഡെയിലി റൂട്ടീനാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ കുറച്ചും കൂടി സ്ട്രക്ചർ ചെയ്ത് പറയുന്നതാണ് ഡെയിലി റൂട്ടീൻ. നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയാണ്, നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡെയിലി റൂട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നത്. അതെങ്ങനെ പ്ലൂറലിൽ പറയാൻ പറ്റും, അതെങ്ങനെ സിംഗുലറിൽ പറയാൻ പറ്റും, ഈച്ച് ആൻഡ് എവറിത്തിങ്, അതായത് കുഞ്ഞു 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 കാര്യങ്ങൾ പോലും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്നത് ബേസിക് ആണ്. കാരണം ബേസിക് അടിത്തറ സ്ട്രോങ് ആയെങ്കിൽ മാത്രമാണ് നമ്മുടെ ഫ്ലുവൻസിയും വൊക്കാബുലറിയും പ്രൊനൗൺസിയേഷനും അതുപോലെ തന്നെ ഗ്രാമറും എല്ലാം തന്നെ ഡെവലപ്പ് ആവുള്ളൂ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.